ഋഷി നിജേഷ് അരവിന്ദ്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ പറവൂരിൽ കണ്ടു, ദിവസങ്ങൾക്കകം ഇപ്പോൾ പാലക്കാട് നെന്മാറയിൽ കാണുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ വലിയ ഭീതിയുണ്ട്, മനസ്സുകളിൽ വലിയ ഭീതിയുണ്ട്. സുരക്ഷിതരാണോ അരക്ഷിതരാണോ എന്ന സംശയം നമ്മുടെ പൗരന്മാർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ വാചകത്തിൽ ക്രമസമാധാന നില തകരാൻ പോകുന്നു എന്നൊക്കെ പറയാം. അതിനപ്പുറത്ത് ജനങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുന്ന എന്ത് കാര്യം സർക്കാർ ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ആരാണ് ഇതിന് ധൈര്യം കൊടുക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി എവിടെയാണത്? പാർട്ടി സമ്മേളനങ്ങളിൽ വിമതസ്വരമില്ലാതെ നോക്കുന്നു. ഇന്ന് വടകരയിൽ വന്നാൽ 3 ദിവസം അവിടെ, ആലപ്പുഴ പോയാൽ അവിടെ 3 ദിവസം. അതിനപ്പുറത്തേക്ക് ഒരു പോലീസ് സംവിധാനം, പണ്ട് ഉറുമ്പിന് ഭക്ഷണം കൊടുക്കാനും പക്ഷിക്ക് തീറ്റ കൊടുക്കാനും നായയ്ക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെ ഒരു പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ ആഭ്യന്തര സംവിധാനം തകർന്ന് തരിപ്പണമാകുമ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണ്ടേ? കേരളത്തിലെ പോലീസ് എന്തെങ്കിലും പറയണ്ടേ? ഒരഭിപ്രായവും പറയുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ സംഭവത്തിൽ പറയുന്നു, ചെന്താമരയെ കിട്ടുന്നില്ല, കാണുന്നു, കണ്ടു, പിടിക്കുന്നു. പിടിച്ചാൽ എന്ത്? ശ്രീ അഭിലാഷ് ഒന്ന് ആലോചിക്കേ. പിടിച്ചു കഴിയുന്നു, പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? 2 ദിവസം പ്രചരണം, അതിനുശേഷം കൊണ്ടുപോകുന്നു, ജയിലിൽ കൊണ്ടുപോകുന്നു. 90 ദിവസമൊക്കെ കുറ്റപത്രം കൊടുക്കില്ല. കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടുന്നു, അയാൾ പുറത്തു പോകുന്നു. ഇനി ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, അതിനകത്ത് അയാൾ അവിടുത്തെ രാജാവാകുന്നു. രാജാവായതിനു ശേഷം അയാൾ അതിനകത്ത് കൊട്ടേഷൻ എടുക്കും, അയാൾ അവിടുത്തെ സ്വർണ്ണക്കടത്ത് തുടങ്ങും, അയാൾ അതിനകത്ത് വാട്സപ്പ് തുടങ്ങും, അയാൾ അതിനകത്ത് അതിനകത്തുള്ള സകല കൊട്ടേഷനും എടുക്കും. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പ്രമാദമായ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ ഇന്ന് വടകരയ്ക്കകത്ത്, എനിക്കും അഭിലാഷിന് പറയാവുന്ന വടകര ചുക്രി പ്രദേശത്തെ സ്ഥലം വാങ്ങിക്കൂട്ടുന്നു, കൊടുവള്ളിയിലെ സ്വർണ്ണക്കടത്തിൽ നേരിട്ട് വിളിക്കുന്നു, ഇടപെടുന്നു. ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. ഇതാരെങ്കിലും തുറന്നു പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ് എന്ന് പറയും. ഇന്നലെ ചാനൽ ചർച്ചയ്ക്ക് വന്ന അവിടുത്തെ MLA, സ്ഥലം MLA ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇപ്പൊ അദ്ദേഹം നേരത്തെ ശ്രീ ജയരാജ് പറയുന്നു ഇതൊരു പ്രാദേശിക വിഷയമാണ്. ശ്രീ ജയരാജ്, ഇത് പ്രാദേശിക വിഷയമല്ല ജയരാജ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് പോയാൽ കൊട്ടേഷൻ സംഘങ്ങളെ കാണാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാപ്പ ചുമത്തുന്നു, അകത്താക്കുന്നു, അവർ പുറത്തു വരുന്നു, വീണ്ടും തുടങ്ങുന്നു. ഇത് കേരളത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? 2.5 കോടിയും 3 കോടിയും മുടക്കി കേരളത്തിലെ പ്രതികളെ സംരക്ഷിക്കാൻ ആവശ്യമായ എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ കേരളം കാണുന്നത്? പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഊരിക്കൊണ്ടുവന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ സംരക്ഷിക്കാനുള്ള ഇടപെടലിലേക്ക് പോലീസ് എത്തുന്നു. പോലീസ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ എങ്ങനെ സ്വൈര്യമായി സ്വസ്ഥമായി നിൽക്കും? നേരത്തെ അവിടെയുള്ള പൊതുപ്രവർത്തകർ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, പ്രാദേശിക നേതൃത്വം ഇടപെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടത്. ഏതൊരു പോലീസ് സ്റ്റേഷനിലും നിയന്ത്രിക്കാനുള്ള ചില പ്രാദേശിക നേതൃത്വമുണ്ട് കേരളത്തിൽ. ഒരു ഫോൺ കോൾ വന്നാൽ മതി, പിന്നീട് പോലീസിന് ആക്ഷൻ ഇല്ല, പിന്നെ പോലീസ് പണിയെടുക്കില്ല. അഥവാ എടുത്താൽ തട്ടിക്കളയും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേയിരിക്കും. അത് നടക്കാത്തത് കൊണ്ട് കേരളത്തിലെ പോലീസ് സേന, നിങ്ങൾ പോയി നോക്കുക, അഭിലാഷ് നേരിട്ട് പോവുക, നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തല്ലേ? ഞാൻ കേരളത്തിലെ പോലീസ് കമ്മീഷൻ ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ കാണുന്നത് അതിനൊക്കെ തിരിക്കുന്ന നിർഗുണ പരബ്രഹ്മം എന്ന് പറയാവുന്ന ആളുകളെ കാണാം. അതിനപ്പുറത്തേക്ക് എനിക്ക് നേരിട്ട് അനുഭവമാണ്. കോഴിക്കോട്ടൊക്കെ കമ്മീഷണർ പോലെയുള്ള ആളുകൾ എടുത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംഘടന ഉണ്ടായിടത്ത് സ്ഥലം MP 18 തവണ ഒരു കോഴിക്കോട് കമ്മീഷണർ വിളിച്ച സമയത്ത് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, എടുക്കാൻ തയ്യാറല്ല. അദ്ദേഹത്തിന്റെ മൂക്കിന്റെ താഴെയാണ് വയലൻസ് നടക്കുന്നത്. ഇതാണ് കേരളത്തിലെ പോലീസിന്റെ സ്വഭാവം. ഒരു സ്റ്റേഷനകത്തേക്ക് 4 തവണ പരാതി വന്നു കഴിഞ്ഞാൽ ഈ പരാതി എങ്ങനെ എത്തി? സ്ഥിരം എല്ലാ ദിവസവും എസ്പിയുടെ ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ഉള്ള സ്ഥലമാണ്, FIR പരിശോധിക്കേണ്ട ഇടമാണ്. പരാതി വന്നാൽ അത് എന്താക്കിയെന്ന് പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥലമാണ്. SHOമാരുണ്ട്, SHO DYSPക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഇതൊക്കെ നടക്കുന്ന സ്ഥലത്ത്, ഇതൊക്കെ പരിധി നടക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുള്ള നാടാണ്. ഇവിടുന്ന് ഈ വാർത്തയൊന്നും പുറത്തേക്ക് പോകുന്നില്ല എങ്കിൽ നാട്ടിൽ ഒരാൾ വടിവാളും കൊടുവാളും എടുത്ത് ഒരാളെ കൊല്ലും എന്ന് പറയുന്ന കഥ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു, പഞ്ചായത്ത് ഓഫീസിൽ പറഞ്ഞു, പഞ്ചായത്ത്